വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ്. ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട ബി.എഡ് ആർക്കൊക്കെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. അപ്പോൾ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലിക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർപ്പെടുത്തണം. അപ്പോൾ നിലവിൽ ബി.എഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ജോലി ചെയ്യുന്ന ബി.എഡ് ഇല്ലാത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അപേക്ഷ കൊടുക്കുന്ന ആ ഒരു മെത്തഡോട്ട് പോകുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അതായത് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ. അതായത് കേരളത്തിലെ 4 ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതായത് PSC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട ബി.എഡ് യോഗ്യതയില്ലാത്ത ഹൈസ്കൂൾ ടീച്ചർമാർ, അതേപോലെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ബി.എഡ് യോഗ്യത നേടിയിട്ടില്ലാത്ത ബിരുദധാരികളായിട്ടുള്ള ഭാഷാധ്യാപകർ, അതുപോലെ ബി.എഡ് യോഗ്യത നേടിയിട്ടില്ലാത്ത സ്കൂളിലെ ബിരുദധാരികളായിട്ടുള്ള LPS UPS. ശ്രദ്ധിക്കുക, എല്ലാം ഗവൺമെൻറ് എയ്ഡ് ഫീൽഡായിരിക്കണം. അതേപോലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ജോലി നോക്കുന്ന ബിരുദധാരികളായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ക്രാഫ്റ്റ് സംസ്കൃത അധ്യാപകർ, അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നോക്കി വരുന്ന ബിരുദധാരികളായിട്ടുള്ള അധ്യാപകേതര ജീവനക്കാർ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എയ്ഡ് സ്കൂളിൽ ജോലി നോക്കി വരുന്ന 5 വർഷം തുടർച്ചയായി സേവനം അനുഷ്ഠിച്ചു വരുന്ന ഫുൾ ടൈം അധ്യാപകേതര ജീവനക്കാർ, അവർക്ക് 3 സീറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വിഭാഗത്തിൽപ്പെട്ട ഈ 6 വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ബി.എഡ് യോഗ്യത നേടിയിട്ടുള്ള അധ്യാപകേതര ഇവർക്ക്, അത് ഏതെങ്കിലും വിഷയത്തിൽ ബി.എഡ് ഉള്ളവർക്ക് പറ്റുകയില്ല, സ്വാഭാവികമായിട്ടും ബി.എഡ് ഇല്ലാത്തവർക്ക് മാത്രമാണ്. ഇനി അതേപോലെ അംഗീകൃത ടീച്ചിങ് സർവീസ് ഇല്ലാത്തവർ അപേക്ഷ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അംഗീകൃത ടീച്ചിങ് സർവീസ് കൂടി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഡേറ്റ് 30/6/2025. അപ്പോൾ നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്ന ഹെഡ് മുഖേന നിങ്ങൾ 30/6 ഈ മാസം ലാസ്റ്റ് 36 അപേക്ഷ നിർബന്ധമായും കൊടുക്കണം. അതോടൊപ്പം തന്നെ ബി.എഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടുന്നതിന് അർഹരായിട്ടുള്ള അപേക്ഷകർ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ ഓൺലൈനായിട്ട് ടീച്ചേഴ്സ് കോട്ടയിൽ അപേക്ഷിക്കേണ്ടതും അതിൻ്റെ പകർപ്പൂടി അപേക്ഷകളും സമർപ്പിക്കണം. അതായത് ജസ്റ്റ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ബി.എഡ് അപേക്ഷ ജസ്റ്റ് ടീച്ചേഴ്സ് കോട്ടയിൽ നിങ്ങൾ എന്താക്കണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ നേരത്തെ പലരും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ചെയ്യുകയും നിർബന്ധമാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കാം. നിലവിൽ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ, അതായത് ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, തലശ്ശേരി ഈ 4 കോളേജുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ട്രിവാൻഡ്രത്ത് 11 സബ്ജക്റ്റുകൾ, തൃശ്ശൂർ 8, കോഴിക്കോട് 10, തലശ്ശേരി 9. അതിൽ ട്രിവാൻഡ്രം ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സംസ്കൃതം, തമിഴ്, സോഷ്യൽ സയൻസ്, ജിയോഗ്രഫി, കൊമേഴ്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ് ഉൾപ്പെടെ. ഇനി അതേപോലെ തൃശ്ശൂർ, അതേപോലെ ഒരു കോഴിക്കോട് അഡീഷണൽ ആയിട്ട് അറബിക്ക് ഉറുദു കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ തലശ്ശേരിയും അറബിക്ക് ഉറുദു അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ 4 കോളേജിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നിലവിൽ ഈ രീതിയിൽ ഉള്ള യോഗ്യതകൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോർമലായിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണോ അവിടെ ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട അപേക്ഷ ഫോം ഇതാണ്. നോർമലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപേക്ഷയുടെ പേര്, നിങ്ങളുടെ പെൻ നമ്പർ, ഉദ്യോഗ പേരും ശമ്പള സ്കെയിലും, അതേപോലെ സ്കൂൾ ഓഫീസ് മേൽവിലാസം, വിദ്യാഭ്യാസ ജില്ല, മുൻപ് ബി.എഡ് കോഴ്സിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക. ട്രെയിനിങ് യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ആളാണോ, ആണെങ്കിൽ മാത്രം ഓക്കെ. ഇനി ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളാണോ, അപ്പോൾ അൺഎയ്ഡഡ് പറ്റിയില്ല, ഗവൺമെൻറ് എയ്ഡഡ് ആണ്. അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത കൊടുക്കുക, ബിരുദത്തിൻ്റെ പേര്, ഡിഗ്രിയുടെ മാർക്കിന് ശതമാനം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജാതി, മതം, ആൺ, ആകെ സർവീസ്, പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ, അല്ലെങ്കിൽ അല്ല, ഇനി PSC മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ, ഓക്കെ അങ്ങനെയാണെങ്കിൽ അതെ. ഇനി താമസ സ്ഥലം, റവന്യൂ ജില്ലയും ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാണ് തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് 4 കൊടുക്കുകയാണെങ്കിൽ ഓരോന്നും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് നിങ്ങൾ മുൻഗണന ക്രമത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ശേഷം നിങ്ങളുടെ ജസ്റ്റ് പേര്, സ്ഥലം, കാര്യങ്ങൾ എഴുതി നിങ്ങൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് മുഖേന നിങ്ങൾ സമർപ്പിക്കുക. 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നോക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ട ബി.എഡുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടീച്ചിങ്, അതായത് പ്രൊഫഷണലായിട്ടുള്ള ഒരു ടീച്ചർ ആവുക എന്നുള്ള രീതിയിൽ നിർബന്ധമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ബി.എഡ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ ഒരു സുവർണ്ണ അവസരമാണ്, ഇത് ഉപയോഗപ്പെടുത്തുക. പരമാവധി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാനുണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്.